ഹൈ ഓൾ, ഒരിക്കൽ കൂടി KPSC ഒരു ഇൻഫോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ആഡ് ചെയ്യുമെന്നുള്ള ചെറിയ ഡൗട്ടിലേക്ക് എല്ലാവരും ഉണ്ടാവും അല്ലെ. അത് ജസ്റ്റ് ഒന്ന് ബേസിക് സ്റ്റെപ്സ് മാത്രം ഒന്ന് ജസ്റ്റ് ഇവിടെ നമ്മൾ പാസ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് മോട്ടോർ എക്സ്പെർട്ടിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻഎലിജിബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻഎലിജിബിൾ ആവുന്നത് എന്നുള്ളത് ജസ്റ്റ് വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് പറയുന്ന ആ ഒരു ടാബിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആൾക്കാർക്ക് ആ സർട്ടിഫിക്കറ്റിന് ഇവിടെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ THSLC അതുപോലെ ബിടെക് മെക്കാനിക്കൽ ടിക്ക് മാർക്ക് ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇല്ലാത്തത് എന്താണ്? HGV, HPMV, മോട്ടോർ സൈക്കിൾ, ഇത് മൂന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് AMVക്ക് ഹെവി ലൈസൻസ് നിർബന്ധമാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ലൈസൻസിലൊക്കെ ട്രാൻസ് എന്ന് പറഞ്ഞ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഇത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ ഏറ്റവും ബോട്ടം പോർഷനിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതായത് ഈക്വൽ ഓർ ഹയറിന് തൊട്ട് താഴെ വിസിറ്റ് ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ ടാബിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകും. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഓൾറെഡി ബിടെക് ഡിപ്ലോമ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാളിഫിക്കേഷൻ ലെവലിന്റെ ഏറ്റവും ബോട്ടത്തിൽ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ലൈസൻസ് ഡ്രൈവിംഗ്, കണ്ടക്ടർ, വയർമാൻ തുടങ്ങിയ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? HGV ആഡ് ചെയ്യാം, അതുപോലെ HPMV ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്യാം. മാൻഡേറ്ററി കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. ഇവിടെ പേഴ്സൻറ്റേജ്, മാർക്ക്, ഗ്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക, ലൈസൻസ് നമ്പർ ആഡ് ചെയ്യുക. അപ്പൊ ഇനി ഇപ്പൊ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് സെയിം ലൈസൻസ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു സെക്ഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ.